ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്നൊരു ചിക്കൻ കറിയാണ് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കനെല്ലാം എടുത്തൊന്ന് ക്ലീൻ ചെയ്ത് മസാലയൊക്കെ ഒന്ന് പുരട്ടിയിട്ട് അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഒരു ഉരുളി എടുത്തിട്ട് അതിലോട്ട് സവോള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് ഇതെല്ലാം കൂടെ ഒന്ന് വഴട്ടിയെടുക്കാം. അതൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമ്മൾ ആ മാറ്റി വെച്ച ചിക്കൻ ഇതിലോട്ടിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാവേ. പിന്നെ ഇത് വെന്ത് വരുന്ന സമയത്താണെങ്കിൽ നമുക്ക് കുറച്ച് ചീനി എടുത്ത് നരഞ്ഞ് വെച്ചിട്ടുണ്ട് വേവിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ആ ചിക്കൻ അവിടെ നിന്ന് വെന്തോളും. പിന്നെ ഒരു ഉരുളി എടുത്തിട്ട് അതിലോട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് മൂപ്പിച്ചെടുക്കണം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ എന്തൊക്കെയാണ് മസാല വേണ്ടത് അതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ കുറച്ച് തേങ്ങ തിരിങ്ങിയിട്ടുണ്ട്. നമ്മൾ ചിക്കനിലോട്ട് കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മസാലയൊക്കെ നമ്മളൊന്ന് ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ആ മൂപ്പിച്ച് വെച്ച്. അപ്പോൾ അതിലോട്ട് കുറച്ച് തേങ്ങാപ്പാലും ഒഴിച്ച് അതൊന്നും കൂടെ ഒന്ന് വേവാൻ വേണ്ടി വയ്ക്കാം. പിന്നെ ആ സമയത്ത് ചീനി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങാപ്പാൽ ചേർത്തിട്ട് ആ ചിക്കൻ ഒന്ന് ഇളക്കി ഒന്നും കൂടെ ഒന്ന് വേവിക്കാൻ വെക്കാം. ആ സമയത്ത് ഞാനും നമ്മൾ അമ്മണിയും കൂടെ ഒന്ന് കടയിൽ വരെ പോവുകയാണേ. കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ട്. സന്ധ്യ ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ചാണ് പോകുന്നത്. അവിടെ ചെന്ന് സാധനം വാങ്ങിച്ച് പിന്നെ അവൾക്ക് ഡയറി മിൽക്ക് വേണമെന്ന് പറഞ്ഞ് അത് വാങ്ങിച്ച്. പിന്നെ ഈ കടയുടെ ഓപ്പോസിറ്റ് തന്നെയാണ് അമ്പലം. അവിടെ ദീപാരാധനയൊക്കെ കഴിഞ്ഞ സമയമാണ്, ഞങ്ങൾ കയറിയില്ല. പിന്നെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ കറി അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.